ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. അപ്പൊ ഞാൻ എന്റെ കുട്ടിക്കാലം മുതലുള്ള എന്റെ സുഹൃത്തുക്കളെ ഞാൻ ആലോചിച്ചു, മനസ്സിൽ ഒന്ന് അവരെ ഓർത്തു. അതായത് ഒരു 10ാമത്തെ വയസ്സ് തൊട്ടുള്ള സുഹൃത്തുക്കളെ ഞാന് കളിക്കാൻ പോയിട്ടുള്ളതും, അതുമാതിരി തന്നെ പല പാടങ്ങളിലോ അതുമാതിരി ഗ്രൗണ്ടുകളിൽ കളിക്കാൻ പോയിട്ടുള്ള സുഹൃത്തുക്കളും, എന്റെ 10ാം ക്ലാസ് വരെ കോളേജസിൽ പഠിച്ച സുഹൃത്തുക്കള്, +1 +2 സുഹൃത്തുക്കള്, അതുമാതിരി തന്നെ ഡിഗ്രി കോളേജിലെ പിന്നെ MBA പഠിച്ച സുഹൃത്തുക്കള്, പിന്നെ ജോലി ചെയ്ത സ്ഥലങ്ങളിലെ, പിന്നെ ഞാൻ താമസിക്കുന്ന ആമ്പല്ലൂരിലെയും പിന്നെ ഒല്ലൂരിലൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ ഒരുപാട് നല്ല സുഹൃത്തുക്കളായിരുന്ന ആളുകള് ഇപ്പോൾ പല ആളുകളും നമ്മുടെ കോണ്ടാക്ട്സ് ഇല്ല. എന്നിരുന്നാലും ഞാൻ പറയാണ്, നമ്മുടെ ലൈഫില് ഇപ്പോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആരാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറയാ നമ്മുടെ ഭാര്യ, അച്ഛൻ, അമ്മ, കുട്ടി, പെങ്ങൾ, അതുപോലായിരിക്കും നമ്മുടെ അനിയന്മാരോ ചേട്ടന്മാരോ. പക്ഷെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്റെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉള്ളത് എന്റെ സുഹൃത്തുക്കൾക്കാണ്. എന്റെ സുഹൃത്തുക്കൾ ആരാണെന്നും അവരെന്താണെന്നൊക്കെ എന്റെ ഫാമിലിയില് എന്റെ എല്ലാവർക്കും അറിയാം. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒരാളുടെ പേരെടുത്ത് പറയുമ്പോൾ അവർക്ക് എത്രത്തോളം അത് ഇഷ്ടാവോ അല്ലെങ്കിൽ അവർക്ക് വിഷമാവോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കളും ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. പല ആളുകളും ജോലി കാര്യങ്ങളും മറ്റുമായിട്ട് ഇവിടെ ഇല്ലാത്ത ആളുകളുണ്ട്. പിന്നെ പല ഫാമിലി ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞ ഒരു ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻസും സമയം കുറയും. ഇമ്പോർട്ടൻസ് അല്ല, സമയം കുറയും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയാ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്റെ ലൈഫിൽ ഷെയർ ചെയ്തിട്ടുള്ളത് എന്റെ വീട്ടുകാരിൽ കൂടുതൽ എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കും. അവരും അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മളോട് ഒരു കൂടെ പറഞ്ഞിട്ട് കൂടുതൽ പറഞ്ഞിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ഓരോരുത്തരും മുഖം നിങ്ങൾക്ക് ഓർമ്മ വരികയായിരിക്കും. ഞാൻ ഒരുപാട് എന്റെ സുഹൃത്തുക്കളുടെ മുഖം ഇപ്പൊ ഓർക്കണു. നമ്മുടെ കൂടില്ലാത്ത ആളുകളുടെ ഇപ്പൊ നമ്മുടെ അധികം കോൺടാക്ട്സ് ഇല്ലാത്ത ആളുകൾ ഓർക്കണു. പക്ഷെ എന്നിരുന്നാലും ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള സുഹൃത്തുക്കളോട്ട് ഒരുപാട് അകലുള്ള ആളുകൾ, ഒരു മെസ്സേജ് അപ്പുറോ ഒരു കോൾക്ക് അപ്പുറോ അവര് നമ്മുടെ ആ പഴയ ബന്ധത്തില് സംസാരിക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയണു, നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മുടെ നല്ല സുഹൃത്തുക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം. ഞാൻ എന്റെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടുതൽ ഷെയർ ചെയ്തുള്ളത് കൂടുതലും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. ഒരിക്കലും എന്റെ ഒരു നല്ല സുഹൃത്ത് എന്നെ പറ്റിയൊരു മോശം കാര്യം വേറെ ആളോട് പറഞ്ഞിട്ടില്ല. അവര് നമ്മളോട് പറഞ്ഞ് തിരുത്തുന്നല്ലാതെ വേറെ ആൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. നല്ല സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞു ഞാൻ. അപ്പൊ നമുക്ക് ലൈഫില് നമ്മുടെ എല്ലാ സ്റ്റേജിലും നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു കാര്യം നോക്കാതെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുക നമ്മുടെ ഈ സുഹൃത്തുക്കളാണ്. അപ്പൊ ഞാൻ പേര് പറയുന്നില്ല മാത്രം, എന്നാലും ഒരുപാട് ആളുകളുടെ മനസ്സിലെ മുഖം ഞാനിപ്പോ ഈ പറയുമ്പോൾ എന്റെ എന്താ പറയാ മനസ്സിൽ തെളിയുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ പേര് പറയുന്നില്ല. അപ്പോ എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. പറ്റുകയാണെങ്കിൽ നിങ്ങൾ നല്ല സുഹൃത്തുക്കളുടെ സമയം കണ്ടെത്താൻ ശ്രമിക്കുക. ഇടയ്ക്ക് വിളിക്കുക, സംസാരിക്കുക. കാരണം നമ്മുടെ എന്താ പറയാ ഫാമിലി ജീവിതമോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായ കാരണമൊക്കെ ആയിട്ട് നമ്മൾ തിരക്കായി പോകുമ്പോൾ പലപ്പോഴും ഒരുപാട് നമ്മളെ സ്നേഹിച്ചിരുന്ന, ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്താണ്ടാവണു, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്താണ്ടാവണു എന്നുള്ളത് ഭയങ്കര വിഷമമുള്ള കാര്യമായിരിക്കും. അപ്പോൾ എല്ലാ ആളുകളും പറ്റുകയാണെങ്കിൽ